ഈ സിനിമയ്ക്ക് സത്യത്തിൽ വലിയ പ്രൊമോഷൻ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. വളരെ നോർമൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ്. കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ജീവിയും മമ്മൂക്ക കോമ്പിനേഷനിൽ ഒരു സിനിമ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വമ്പൻ ഹൈപ്പാണ്. ആളുകൾ ഭയങ്കര പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഡേ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്. ജീവിയം കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, പുള്ളി ഇപ്പം ഡൊമിനിക്കിന്റെ ഒരു കേസ് മാത്രമാണ് ഇത്, ഇനിയും ധാരാളം കേസുകൾ ഉണ്ടാക്കാനൊക്കെ പുള്ളിക്ക് പ്ലാൻ ഉണ്ട് വൺസ് ഈ സിനിമ ഒന്ന് വർക്ക് ആവുകയാണെങ്കിൽ എന്ന കാര്യമൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയിലേക്ക് വരുവാണെങ്കിൽ മമ്മൂക്കയുടെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം എന്ന് പറയാം. കാര്യം പുള്ളി പിടിച്ചിരിക്കുന്ന മാൻഡ്രസവും പുള്ളിയുടെ ഇതിലെ കഥാപാത്രത്തിന്റെ സ്വഭാവവും ഒക്കെ ഇതിനു മുമ്പ് പുള്ളിയുടെ മറ്റ് കഥാപാത്രങ്ങളിൽ കാണാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കോമഡി പരിപാടികളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല കോമ്പിനേഷൻ പരിപാടികളൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈവൻ മമ്മൂക്ക ഗോകുൽ സുരേഷ് കോംബോ ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സത്യം ഗോകുൽ സുരേഷിന്റെ കഥാപാത്രത്തെ പാപ്പനിൽ സംഭവിച്ച പോലെ തന്നെ സൈഡാക്കി എന്നൊരു പരാതിയുണ്ട്. എന്നാലും ഓക്കെ ആയിരുന്നു പരിപാടികളൊക്കെ. സംഭവം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് സിനിമയാണെങ്കിലും ഇന്റർവെൽ വരെ വളരെ നോർമൽ രീതിയിലാണ് പോകുന്നത്. ഭയങ്കര സ്പീഡോ പരിപാടികളോ ഒന്നുമില്ല. വളരെ നോർമൽ സ്പീഡിൽ പോകുന്ന കുറച്ച് തമാശകളും കാര്യങ്ങളും ചെറിയ കേസ് അന്വേഷണവും ഒക്കെ ആയിട്ട് അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ പോയ ഒരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പോയാലും ആദ്യം തൊട്ടേ പിന്തുടരുന്ന അതേ പേസ് തന്നെയാണ് ജീവിയം അവസാനം വരെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര സ്പീഡില്ലാത്ത ചടുലതയില്ലാത്ത തരത്തിലുള്ള കഥ പറച്ചിലാണേലും ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും പ്രേക്ഷകൻ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്പീഡ് പോലും സിനിമയിൽ കിട്ടാത്തത് ഓവറോൾ സിനിമയുടെ ആസ്വാദനത്തെ ബാധിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ കാണിച്ചിരിക്കുന്ന ഒരു ട്വിസ്റ്റ് പരിപാടി കാര്യങ്ങൾ കണ്ടപ്പോഴും എനിക്ക് പെട്ടെന്ന് മുമ്പ് തമിഴിൽ വന്ന ഒരു സിനിമയുടെ കാര്യം ഓർമ്മ വന്നു. അതിലും ഇതേപോലത്തെ സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് വന്നപ്പോൾ തന്നെ മനസ്സിന് മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായിപ്പോയി. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് സിനിമ ഒരു ആവറേജ് സിനിമ, ഒരു വാച്ചബിൾ സിനിമ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു സൂപ്പർ സിനിമ, മസ്റ്റ് വാച്ച് മൂവി എന്ന ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതിലേക്ക് എത്തിയില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം.